തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ബൈബിളിൽ ധനവാനാവാനുള്ള സൂചനകൾ ബാങ്കുകളും ഓഹരി വിപണിയും ആധുനിക കറൻസികളും നിലവിൽ വരുന്നതിന് വളരെ മുൻപേ തന്നെ വിവരിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? വാസ്തവത്തിൽ ആളുകൾ സ്വർണം, വെള്ളി, ദൈവിക അനുഗ്രഹം എന്നിവ ആകാശത്ത് കുത്തിവെച്ച അടയാളങ്ങൾ പോലെയാണ് തിരിഞ്ഞിരുന്നത്. അതിശയമെന്ന് പറയട്ടെ, ഇതേ അടയാളങ്ങൾ തന്നെയാണ് ഇന്നും ആരാണ് അഭിവൃദ്ധി, അതായത് ഉയർച്ച പ്രാപിക്കുന്നത്, ആരാണ് എപ്പോഴും ഭാഗ്യത്തിൻ്റെ യാചകനായി തുടരുന്നതെന്നും തീരുമാനിക്കുന്നത്. ഇത് അസംബന്ധമായി തോന്നുമായിരിക്കും അല്ലേ? പക്ഷേ സത്യം ഇതാണ്. ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ഉള്ളിൽ തന്നെ ബൈബിൾ സംബന്ധിയായ സമ്പത്തിൻ്റെ ഒരു സൂചന വഹിക്കുന്നുണ്ട്. അവർക്കതിനെക്കുറിച്ചുള്ള ബോധ്യം പോലുമില്ല. സ്ഥിരോത്സാഹം ബൈബിളിൽ വെളിപ്പെടുത്തിയ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ സൂചനകളിലൊന്നാണ്. പ്രയത്നമില്ലാതെ ഉടനടി ഫലം ആഗ്രഹിക്കുന്നവർ ഇതിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നു, അവസാനം വരെ നിലനിൽക്കുന്നവൻ രക്ഷപ്പെടും. പ്രായോഗിക ജീവിതത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനർത്ഥം ബുദ്ധിമുട്ടുകളുടെ മരുഭൂമി താണ്ടാതെ ഒരു യഥാർത്ഥ നേട്ടമില്ല എന്നാണ്. എല്ലാവരും ഫലം കൊയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എത്ര പേർ പൊള്ളുന്ന വെയിലിൽ നിലം ഉഴാൻ തയ്യാറാണ്? എത്ര പേർ ക്ഷീണം, വിമർശനം, ഒന്നും ശരിയാകുന്നില്ലെന്നുള്ള തോന്നൽ എന്നിവ സഹിക്കുന്നു? ഒരുപക്ഷെ നിങ്ങളും എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉപേക്ഷിച്ചിട്ടുണ്ടാവും, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടിയില്ല. എത്ര തവണ നിങ്ങൾ പൂർണ്ണ ഉത്സാഹത്തോടെ എന്തെങ്കിലും തുടങ്ങുകയും എന്നാൽ കുറച്ച് പരാജയപ്പെട്ട ശേഷം വഴിതെറ്റിപ്പോവുകയും ചെയ്തു. സത്യം ഇതാണ്, പലരും വഴിതെറ്റുന്നത് കഴിവിൻ്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് സ്ഥിരതയുടെ കുറവ് കൊണ്ടാണ്. ആൻഡ്രൂ കാർണഗിയെ അഭിമുഖം നടത്താൻ എനിക്ക് അവസരം ലഭിച്ച ആ ദിവസം ഞാൻ നന്നായി ഓർക്കുന്നു. എൻ്റെ കയ്യിൽ ധനമോ സ്വാധീനമോ ഉണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ കണ്ണിൽ ഞാനൊരു സാധാരണ പത്രപ്രവർത്തകൻ മാത്രമായിരുന്നു. എനിക്ക് പിന്മാറാമായിരുന്നു. ആ യുഗത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയുടെ അടുത്തേക്ക് എത്തുന്നത് അസാധ്യമായിരിക്കുമെന്ന് പറഞ്ഞ ശബ്ദങ്ങളെ എനിക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഉറച്ചു നിന്നു. ഞാൻ ധാരാളം വാതിലുകളിൽ മുട്ടി. അവയെല്ലാം എന്നെ അവഗണിച്ചു. പുച്ഛത്തോടെയുള്ള നോട്ടങ്ങൾ കിട്ടി. എന്നിട്ട് ഞാൻ തുടർന്നു. ആ സ്ഥിരോത്സാഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരിവർത്തനാത്മകമായ കൂടിക്കാഴ്ചകളിലൊന്നിന് വഴിയൊരുക്കി. ആദ്യത്തെ പരാജയത്തിൽ ഞാൻ തോൽവി സമ്മതിച്ചിരുന്നെങ്കിൽ എൻ്റെ കഥ മാത്രമല്ല, എൻ്റെ പഠിപ്പിക്കലുകൾ വായിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ കഥയും മാറ്റുന്ന ആ രഹസ്യങ്ങൾ എനിക്കൊരിക്കലും അറിയാൻ കഴിയില്ലായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര സ്വപ്നങ്ങൾ നിങ്ങൾ കൈവിട്ടു? നിങ്ങളുടെ സങ്കല്പത്തേക്കാൾ കൂടുതൽ പ്രയാസകരമാണെന്ന് തെളിഞ്ഞതുകൊണ്ട് നിങ്ങൾ അവ ഉപേക്ഷിച്ചു. എത്ര സംരംഭങ്ങൾ നിങ്ങൾക്ക് വിജയിപ്പിക്കാമായിരുന്നു? നിങ്ങൾ കുറച്ചുകൂടി ഉറച്ചു നിന്നിരുന്നെങ്കിൽ എത്ര അവസരങ്ങൾ പാഴായി? കാരണം പരാജയപ്പെടുമോ എന്ന ഭയം ഉറച്ചു നിൽക്കാനുള്ള ധൈര്യത്തെക്കാൾ കൂടുതലായി സംസാരിച്ചു. പരാജയം വീഴുന്നതിലല്ല, അത് നിലത്ത് കിടക്കുന്നതിലാണ്. ഓരോ പ്രയത്നത്തിനൊപ്പവും, ഒരു പരാജയപ്പെട്ട പ്രയത്നത്തിനൊപ്പവും നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിക്കുകയാണ്. അതായത് പരാജയം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. ഉടൻ എഴുന്നേൽക്കുക, നിലത്ത് കിടക്കരുത്, അടുത്ത ചുവടുവെപ്പിന് തയ്യാറാകുക. യഥാർത്ഥ പരാജയ ഫലം കൊയ്യുന്നതിന് മുൻപേ തോൽവി സമ്മതിക്കലാണ്. എന്താണ് യഥാർത്ഥ പരാജയം? ഫലം കൊയ്യുന്നതിന് മുമ്പ് തോൽവി സമ്മതിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. പല ജീവിതങ്ങളെയും നശിപ്പിക്കുന്ന ഒരു അപകടകരമായ മിഥ്യാബോധമുണ്ട്. വിജയം ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. ഇത് അച്ചടക്കത്തിൻ്റെ കുറവിനെ ന്യായീകരിക്കാനുള്ള ഒരു ഒഴിവ് കഴിവ് മാത്രമാണ്. ഉറച്ചു നിൽക്കാത്തവർക്ക് ഒരു ഭാഗ്യവുമില്ല. സ്ഥിരോത്സാഹം ഉറച്ച ഒരു അടിത്തറയുണ്ടാക്കുന്നു. അതിൽ ഒരുപക്ഷെ അവസരവും പ്രവർത്തിച്ചേക്കാം. പക്ഷേ ഇതിനകം തയ്യാറായിരുന്നവരുടെ പക്ഷത്ത് മാത്രം. രാവും പകലും ജോലി ചെയ്യുന്ന തൻ്റെ കാഴ്ചപ്പാടിനെ ക്രമീകരിക്കുന്ന, വീണ്ടും ശ്രമിക്കുന്ന ഒരു വ്യക്തി മഴ കാണാതെ വിത്ത് വിതയ്ക്കുന്ന ഒരു കർഷകനെ പോലെയാണ്. ശരിയായ സമയത്ത് ഭൂമി മറുപടി നൽകുന്നു. സ്ഥിരോത്സാഹം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രുവിനെയും വെല്ലുവിളിക്കുന്നു. സംശയം. എത്ര തവണ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ കഴിവുള്ളവനാണോ എന്ന്? എത്ര തവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ റിസ്ക് എടുക്കാതെ ഒരു സാധാരണ ജീവിതം അംഗീകരിക്കുന്നതാണ് നല്ലതെന്ന്? പക്ഷേ ഞാൻ ചോദിക്കുന്നു, പശ്ചാത്താപത്തിൻ്റെ ഭാരത്തോടെ ജീവിക്കുന്നത് ഒരു പരാജയപ്പെട്ട ശ്രമത്തിൻ്റെ താൽക്കാലിക വേദനയേക്കാൾ കൂടുതൽ കഷ്ടമല്ലേ? സ്ഥിരോത്സാഹത്തോടെ നിൽക്കുക, എന്നാൽ വെറുതെ തുടരുക എന്നതല്ല. ഇതിനെ വിലയില്ലെന്ന് നിർബന്ധിക്കുന്ന ആന്തരിക ശബ്ദത്തെ വെല്ലുവിളിക്കലാണ്. അതുകൊണ്ട് ഞാനൊരു ലളിതമായ പരിശീലനം നിങ്ങൾക്കായി നിർദ്ദേശിക്കുകയാണ്. ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക. അത് ചെറുതാണെങ്കിൽ പോലും അതിൽ തുടർച്ചയായി ദിവസങ്ങളോളം ഉറച്ചു നിൽക്കാൻ പ്രതിജ്ഞ ചെയ്യുക. ഫലം പെട്ടെന്ന് വരുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ കാര്യമില്ല. പ്രധാനം നിങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക എന്നതാണ്. സ്വയം ഒരു കൊല്ലനെ പോലെ സങ്കല്പിക്കുക. ഒരു അസംസ്കൃത ഇരുമ്പ് കഷണത്തെ നേരിടുന്നവൻ. ഓരോ ചിറ്റികയുടെ അടിയോടൊപ്പം ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ പെട്ടെന്ന് ലോഹം രൂപമെടുക്കുന്നു, മൂർച്ചയുള്ള ഒരു ബ്ലേഡായി മാറുന്നു. സ്ഥിരോത്സാഹം ഇതുപോലെയാണ്. തുടക്കത്തിൽ അദൃശ്യം, പക്ഷേ അവസാനം പരിവർത്തനാത്മകം. ഓർക്കുക,
ബൈബിൾ ഏറ്റവും കഴിവുള്ളവരെയോ ഏറ്റവും ബുദ്ധിമാന്മാരെയോ ഏറ്റവും ഭാഗ്യമുള്ളവരെയോ അല്ല മഹത്വപ്പെടുത്തിയത്. അത് അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവനെയാണ് മഹത്വപ്പെടുത്തിയത്. കാരണം സമ്പത്ത് നാണയങ്ങളിലോ ആസ്തികളിലോ അളക്കുന്നതിന് മുമ്പ് അത് തോൽവി സമ്മതിക്കാൻ വിസമ്മതിക്കുന്ന സ്ഥിരോത്സാഹത്തിൻ്റെ അടയാളം ധരിക്കുന്ന ആ സ്വഭാവത്തിൻ്റെ ശക്തിയിലാണ് അളക്കുന്നത്. അവൻ തൻ്റെ കൂടെ ആ താക്കോൽ വയ്ക്കുന്നു. അത് സമൃദ്ധിയുടെ മറ്റെല്ലാ വാതിലുകളും തുറക്കുന്നു. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.